തുണ്ട് പടം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചങ്ങനെ സീൻസ് ഒന്ന് രണ്ട് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ കുഴപ്പമില്ല, എൻജോയബിൾ ആണ്. പക്ഷെ അവസാനമൊക്കെ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ബോറായിപ്പോയി. ഇത്രയും വെറൈറ്റി ഒന്നും വേണ്ടായിരുന്നു. പടം കുഴപ്പമില്ല, അത്ര എക്സ്പെക്ട് ചെയ്തത്ര ഇല്ലായിരുന്നു. ടോവിനോ ഒക്കെ കൊള്ളായിരുന്നു, പക്ഷെ മൂവി അത്ര പറയുന്നു. കോമഡി ഒന്ന് വിചാരിച്ചു, പക്ഷെ കോമഡി ഇല്ലായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കാം. എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും ഇല്ല, ഒരു ആവറേജ് മൂവിന്നേ പറയാനുള്ളൂ. അതിൽ കൂടുതൽ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ലാൽ ജൂനിയർ, ഹണീബി ഒക്കെ ആ ഒരു കണക്ഷനിലാണ് വന്നത്. പക്ഷെ എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ല. വെറുപ്പിക്കാന്ന് വെച്ചാൽ കണ്ടിരിക്കാം അത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ ലെവൽ ഒട്ടും മീറ്റ് ചെയ്തിട്ടില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം, സൂപ്പർ നടികൻ. കൊള്ളാം, ഫാമിലിയോടെ കാണാൻ പറ്റും. ഒരു സിനിമയ്ക്കകത്തുള്ള സിനിമയെ കുറിച്ചാണ് കഥ പറയുന്നത്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കണം എന്നുള്ള ടൊവിനോയുടെ ക്യാരക്ടർ ബേസ് ചെയ്താണ് സിനിമ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്ന ഒരു മൂവ്മെന്റ് സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സീനാണ് മൊത്തത്തിൽ പടം മൊത്തം പറഞ്ഞു പോകുന്നത്. നല്ലൊരു പടമാണ്. ഫസ്റ്റ് ടൈമിലെ ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ മൊത്തത്തിൽ വരാൻ ഒരു പാടായിരിക്കും, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പടം കൂടെ നല്ല പടമാണ്. അല്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ചൊക്കെ ലാഗ് ഉണ്ടായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അത് ആക്ച്വലി ഒരു സിനിമ നടൻ്റെ ഒരു കഥയാണ്. അങ്ങനെ ജീവിത രീതി എന്തൊക്കെയാണ്, എത്രയൊക്കെ സ്ട്രഗിൾസ് ചെയ്യുന്നു, അഭിനയിക്കാൻ പാടുപെടുന്നു, അങ്ങനെ അതെങ്ങനെ അഭിനയം പഠിച്ചു വരുന്നു, അതൊക്കെ ഉള്ള ഒരു ഇതാണ്. ഒരു എന്താ പറയുക, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ആക്ടറിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി. അങ്ങനെ എങ്ങനെയാണ് ഓരോ അനുഭവം കൊണ്ട് നല്ല മനുഷ്യനായിട്ട് മാറുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. അതുപോലെ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, ലെങ്ത് കുറച്ച് കൂടി വില ഉണ്ടായിരുന്നു. നല്ല ഗ്ലാമറായിട്ടൊക്കെ ഉണ്ട്, ഹെയർ സ്റ്റൈൽ എല്ലാം വന്നിട്ട് നല്ല ഫ്രീക്ക് നല്ല കിടിലാണ്. മൊത്തം തുണ്ടുപടം എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല, ഉറപ്പാണ്. യൂത്തിനെ ബേസ് ആയിട്ടുള്ളതാണ്. ജൂനിയർ ലാലിന്റെ പടം അനുസരിച്ചിട്ട് ഈ ഒരു പടം അത്രയും വന്നിട്ടുണ്ടോ? ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സത്യം പറഞ്ഞ കണ്ടിട്ടില്ല. ഡ്രൈവിംഗ് ലൈസൻസ്, അപ്പൊ ആ ഒരു പടം വെച്ചിട്ട് ഈ ഒരു പടം വരുമ്പോൾ എങ്ങനെയായിരിക്കും? അതിന്റെ അത്ര ഇല്ല. കുഴപ്പമില്ല ബ്രോ. എന്താ വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയ്ക്ക് ഇല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിൾ, ഒരു വട്ടം കാണാം. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. കുഴപ്പമില്ല ബ്രോ, ഒരു വട്ടം വന്ന് കാണാന്നല്ലാതെ അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് കൊള്ളാം. കുറേ യൂത്തിനെയാണ് അവർ കൂടുതലും ഇതാക്കിയിരിക്കുന്നത്. അപ്പം എനിക്ക് എല്ലാവരും യൂത്ത് വന്ന് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഇച്ചിരി ഇമോഷണൽ ആണ്. പിന്നെ എന്താ പറയാ, ബാലു ടൊവിനോയുടെ കോംബോ നൈസായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ജൂനിയർ സാറിന്റെ സിനിമകൾ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒരു അത്ര വലിയ സുഖമില്ലായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെയല്ല, ഇത് സിനിമ എന്താ പറയാ, സിനിമയിലുള്ള ഒരു സിനിമ എന്തുവാണ് കാണിക്കുവാണ്. പക്ഷെ പുള്ളിക്കാരൻ അതിൽ അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചല്ലേ എല്ലാവരും ആ രീതിയിൽ കാണുള്ളൂ. പിന്നെ ടൊവിനോടെ നമ്മൾ 2018 ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടത്തില്ല. യൂത്ത് ബേസ്ഡ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ഹ്യൂമർ ഉണ്ട് ഇച്ചിരി, പക്ഷെ പാട്ടും കോസ്റ്റ്യൂമും ഒക്കെ അങ്ങനത്തെ മെസ്സേജ് ഒക്കെ ഉണ്ട്, നോർമലാണ്. പക്ഷെ അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഞാൻ പോയത്, പക്ഷെ പടം ഉറക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കോമഡിയൊക്കെ ഇഷ്ടപ്പെട്ടു. കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല.